ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന ആ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ചേട്ടൻ ഇങ്ങനെ അലീനയോട് ചോദിക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ അലീനയാണെന്നുണ്ടെങ്കിൽ താൻ ഓർഫനേജിൽ ജീവിച്ച കാര്യങ്ങളൊക്കെ ആ ചേട്ടനോട് പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ കൊച്ചിനെ കൊണ്ടുവിട്ട ആൾ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പാലായിൽ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമായിരുന്നു, അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന കാര്യം അലീന പറയുമ്പോൾ കൊണ്ടുവിട്ടത് ആരാന്ന് ചോദിച്ചു. അതെൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു. അച്ഛനോ? അപ്പോൾ ഓർഫനേജിലാണ് വളർന്നതെന്നൊക്കെ പറഞ്ഞതോ? അച്ഛനുള്ള ഒരു കൊച്ചെന്തിനാ ഓർഫനേജിൽ വളരുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സാബ് അതെൻ്റെ അച്ഛൻ സാബ്, നിങ്ങളെ വിളിക്കുന്ന സാബ് എൻ്റെ പപ്പ. അപ്പോൾ ആ ചേട്ടനൊന്നും മനസ്സിലാവണല്ലോ. ആ ചേട്ടൻ ഇങ്ങനെ നോക്കുവാണേ. ചേട്ടനൊന്നും മനസ്സിലായില്ലല്ലേ എന്ന് അലീന ചോദിച്ചു. ഉള്ളത് പറയാമല്ലോ കുഞ്ഞെ, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയാം. മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ഇപ്പം ചേട്ടൻ ഇത്ര അറിഞ്ഞാൽ മതി, ഇനി ഒരുപാട് കാര്യങ്ങൾ പിറകെ ചേട്ടൻ ആയിട്ടുള്ളതുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ അലീന ഈ സാബിനെ പറ്റി, അതായത് നമ്മുടെ സ്റ്റാൻലിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഈ ചേട്ടനോട് ചോദിക്കാം. അപ്പോൾ സ്റ്റാൻലി എന്ന് പറയുന്ന ചേട്ടൻ എങ്ങനെയുള്ള ആളാണെന്നുള്ള ഒരു ഏകദേശ ധാരണയൊക്കെ ഇദ്ദേഹം ഇങ്ങനെ അലീനയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സാബ് ഒരു പ്രത്യേക ടൈപ്പ് ആളാണെന്നും അതുപോലെ തന്നെ ഈ വീട്ടിൽ ഇന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് പോലെയാണ് നടക്കുകയുള്ളൂ എന്നും, ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ ഗസ്റ്റൊക്കെ വരുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഗസ്റ്റുകൾ ആരും വരാറില്ല, സാബുമായിട്ട് അങ്ങനെ ആരും ചേരുകയില്ല, അദ്ദേഹം ഒരു പ്രത്യേക സൈസ് ക്യാരക്ടറുള്ള ആളാണെന്നും വീട്ടിൽ അദ്ദേഹം പറയുന്നതിനപ്പുറം മറ്റാരും ഒന്നും ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറയും കേട്ടോ. അപ്പോൾ അലീന ഇതെല്ലാം കേട്ടിട്ട് അലീന പറഞ്ഞു, നിങ്ങളുടെ സാബിനെ നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാവുന്നേ. അപ്പോൾ ഇവരിങ്ങനെ ഈ ചേട്ടൻ ഇങ്ങനെ നോക്കുക കേട്ടോ. ഏതായാലും അത് കുഞ്ഞ് പ്രതീക്ഷിക്കണ്ട, സാബ് അങ്ങനെ മാറുമെന്നൊന്നും കുഞ്ഞ് പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അലീന ഒന്ന് ചിരിച്ചു. ഇതിലും വലുത് കണ്ടിട്ട് വന്നവളാണ് ഈ ഞാൻ എന്നുള്ളൊരു രീതിയിൽ. നമുക്ക് നോക്കാൻ ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ശരി, ഞാനൊന്നും പറയുന്നില്ല, കുഞ്ഞ് മുറിയിലേക്ക് പോയിക്കോ, ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോഴത്തേക്കും നമ്മുടെ അലീന ഇങ്ങനെ അടുക്കളയിൽ, അപ്പോൾ എനിക്ക് കുറച്ചുകൂടിയൊക്കെ ചുറ്റി കാണാനുണ്ട്, ഒക്കെ കണ്ടതിന് ശേഷം ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. എന്നിട്ട് അലീന ഇങ്ങനെ പതുക്കെ അടുക്കളയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് കാണുന്നു. അപ്പോഴത്തേക്ക് ഈ ചേട്ടൻ അവിടെ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ ഇങ്ങനെ ഒട്ടക്കണ്ണിട്ട് ഇങ്ങനെ പറകോട്ട് പതുക്കെ തിരിഞ്ഞു നോക്കുവാണ് അലീന പോയോ എന്ന്. അപ്പോൾ അലീന അങ്ങനെ നടന്നതെല്ലാം കണ്ടും കേട്ടും അങ്ങ് പോയി. അലീന അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ വരവ് ചില്ലറ വരവൊന്നും അല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മുടെ അലീന തൊടികളും അവിടെ ഇവിടെ എല്ലാം കണ്ടല്ലോ. ഇതെല്ലാം കണ്ടിട്ട് അലീന പതുക്കെ വീടിനകം മുഴുവൻ ചുറ്റി നടന്ന് കാണുകയാണ്. അപ്പോൾ കാണാൻ ഒരു ഏക്കർ സ്ഥലമുണ്ട് നമ്മുടെ വീടിനകത്ത് തന്നെ. അങ്ങനെ അലീന എല്ലാം കണ്ടിട്ട് അലീന പതുക്കെ ഓരോ റൂമുകൾ തുറന്ന് കയറി ചെല്ലുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്നതെല്ലാം ഇങ്ങനെ കൗതുകമായിട്ട് നോക്കി കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് പതുക്കെ സ്റ്റാൻലിയുടെ റൂമിലേക്ക് ചെന്നു. സ്റ്റാൻലിയുടെ റൂമിലേക്ക് ചെന്നപ്പോൾ സ്റ്റാൻലി അവിടെ ഇരുന്നിങ്ങനെ ബ്രാൻഡി കുടിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അത് കണ്ടപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരിത്. അപ്പോൾ അലീനയാണെങ്കിൽ കയറി ചെന്നത് അബദ്ധമായി പോയല്ലോ എന്നുള്ളൊരിതും കൊണ്ടിരിക്കുക. അപ്പം സ്റ്റാൻലി ഇങ്ങനെ നോക്കി, എന്താ അലീന, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാനിവിടേക്ക് ചുറ്റി നടന്ന് കാണുമായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാം കണ്ടോയെന്ന് ചോദിച്ചു. കണ്ടു. അപ്പം ഈ ശീലം എപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം എന്ത് കാര്യം അലീന ചോദിച്ചേ? അല്ല, ഈ ഡ്രിങ്ക്സ് ഇങ്ങനെ കഴിക്കുന്നത്, ഇതെപ്പോഴും ഇങ്ങനെ കഴിക്കുന്നത് അത് ശരിയായ കാര്യമല്ല എന്നും പറഞ്ഞ് അലീന ഇങ്ങനെ, പപ്പയാണല്ലോ ആ ഒരു ഇതിലിങ്ങനെ സംസാരിക്കുക. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഇതില്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിൽ സ്റ്റാൻലി അന്നേരം അലീനയോട് പറഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ പറ്റില്ലാതെ വന്ന കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അലീന ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അലീനയോട് കുറേ കാര്യങ്ങൾ സ്റ്റാൻലി ഇങ്ങനെ ഒരു ഓർഡർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അലീനയാണെങ്കിൽ താൻ ജീവിച്ച് വന്ന വഴികളെ പറ്റിയുള്ള കാര്യങ്ങൾ തിരിച്ച് സ്റ്റാൻലിയോട് പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ സ്റ്റാൻലിക്ക് പിന്നെ ഒന്നും പറയാനില്ല. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് സ്റ്റാൻലിയെ നമ്മുടെ അലീന ഒതുക്കി ഒരു മൂലയ്ക്ക് നിർത്തുന്നത്. അങ്ങനെ അതും പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അലീന അങ്ങ് പോയി കഴിഞ്ഞപ്പം ആൻ്റപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റാൻലി അങ്ങോട്ടേക്ക് ചില അലീന പറഞ്ഞതിനെ പറ്റിയൊക്കെ ആലോചിച്ച് എന്താ ശബ്ദം ചോദിച്ചു ചെന്നും, തന്നോട് ഞാൻ പറഞ്ഞതല്ലേ അലീന ഇതിലെയൊക്കെ ചുറ്റി നടന്ന് കാണിക്കാനായിട്ട്, താൻ എന്നിട്ട് കാണിച്ചോന്ന് ചോദിച്ചു. ഞാൻ കാണിച്ചു സാർ, എല്ലാം ഞാൻ കൊണ്ടു നടന്ന് കാണിച്ചായിരുന്നു. എന്നിട്ടാണ് അവൾ ഒറ്റയ്ക്ക് എൻ്റെ മുറി തുറന്ന് അകത്തേക്ക് കയറി വന്നതെന്ന് ചോദിക്കുക. താനത് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പം അത് പിന്നെ സാബ് ഞാൻ കണ്ടില്ലായിരുന്നു, ആ കുട്ടി അടുക്കളയിൽ നിൽക്കുന്നതായിരുന്നു ഞാൻ കണ്ടത്, പിന്നെ അവിടെ നിന്ന് എപ്പോഴാണ് പോകുന്നതെന്നുള്ളത് ഞാൻ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ എല്ലാം താൻ ശ്രദ്ധിക്കേണ്ടോ, ഇവിടുത്തെ രീതികളും ഇവിടുത്തെ ചിട്ടകളും എന്താണെന്ന് നീ അവൾക്ക് പറഞ്ഞു കൊടുക്കണം, അതാണ് നീ ചെയ്യേണ്ടത്, അതാണ് നിൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇയാളോട് ദേഷ്യപ്പെടുക സ്റ്റാൻലി. ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തോളാവെന്ന് പറഞ്ഞു.
ഇവിടുത്തെ രീതികളും ഇവിടുത്തെ ചിട്ടകളും അനുസരിച്ച് നിൽക്കാൻ പറയണം. അല്ലാതെ അവളുടെ രീതികളും അവളുടെ ചിട്ടകളും അല്ല നമ്മൾ അനുസരിക്കേണ്ടതെന്ന് സ്റ്റാൻലി പറയാം. ഞാൻ പറഞ്ഞു കൊടുത്തോളാം. തുടക്കത്തിലെ തന്നെ അതൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടാകുമെന്ന് ഈ സ്റ്റാൻലി ഈ ആൻ്റപ്പനോട് പറയുമ്പം അതെ സാബ് ഒരു കാരണവശാലും ആ കുട്ടിയുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പാടില്ല എന്ന് ഈ ആൻ്റപ്പൻ പറയണം. അപ്പോൾ എപ്പോഴും അലീനയുടെ മുകളിൽ തന്നെ ആയിരിക്കണം സ്റ്റാൻലി എന്നുള്ളൊരിത് ഇച്ചിരി കുത്തിത്തിരിപ്പ് ആ ഒരു ഇതും പറയാം. ഒരു ചെറിയൊരു കുത്തിത്തിരിപ്പിൻ്റെ ഒരു ഭാഷയിൽ ഈ ആൻ്റപ്പൻ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആൻ്റപ്പൻ ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിയാണ്, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് സ്റ്റാൻലി പറയുന്നു. അപ്പോൾ അലീനയോട് സാബ് തന്നെ സംസാരിക്കണമെന്നും പറയുകയാണ്. അങ്ങനെ അതും പറഞ്ഞ് ഈ ആൻ്റപ്പൻ സ്റ്റാൻലി ഇളക്കി വിടും അലീനയുടെ അടുത്തേക്ക്. അപ്പോൾ അലീന റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അലീന റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഈ സ്റ്റാൻലി നേരെ അലീനയുടെ റൂമിലേക്ക് ചെന്ന് ഡോറിൽ മുട്ടി. അലീന വന്ന് ഡോറ് തുറന്നു. അലീന വന്ന് ഡോറ് തുറന്നപ്പോഴത്തേക്കും സ്റ്റാൻലി പപ്പ എന്ന് വിളിക്കാനുള്ള ഒരു വല്ലായ്മയുണ്ട് നമ്മുടെ അലീനയ്ക്ക്. അങ്ങനെ അലീന ആകെ ഇതായിട്ട് എങ്ങനെ നിൽക്കുക. ആ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരിതിൽ സ്റ്റാൻലി അലീന എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ അതേ ഈ വീട്ടിലൊരു രീതിയും ഈ വീട്ടിലൊരു ചിട്ടയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് വേണം നിൽക്കാനെന്നും അതൊന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറ്റിയെടുക്കാമെന്നൊന്നും നീ വിചാരിക്കേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പം ശരിക്കും എന്നാ പറയുന്നത് ഒരു മേലധികാരിയുടെ രീതിയിൽ തന്നെ അലീനയോട് സംസാരിക്കുകയാണ് സ്റ്റാൻലി. പക്ഷേ അലീനയ്ക്ക് ഇതൊന്നും അങ്ങോട്ട് കംഫർട്ട് ആവുന്നില്ല. അപ്പം ഞാൻ ഒരിക്കലും ഇവിടുത്തെ രീതികൾ മാറ്റണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്നും അതിനൊന്നും ഒരു വിലങ്ങതടിയായി ഞാൻ വന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പം എന്നോട് ഇതിങ്ങനെ സംസാരിക്കുന്നത് എന്ന് അലീന ഇങ്ങനെ സ്റ്റാൻലിയോട് ചോദിക്കാം. അല്ല നിന്റെ നേരത്തെയുള്ള ആ ഒരു സംസാരവും ആ ഒരു അഭിപ്രായങ്ങളെല്ലാം കേട്ടപ്പം ഇതിപ്പോൾ തന്നെ നിന്നോട് വന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഈ വീട്ടിൽ എങ്ങനെ ഏത് രീതിയിൽ ഏതൊക്കെ കാര്യങ്ങൾ നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്നും തൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതെന്നും ഇന്ന് വരെ അത് അങ്ങനെയായിരുന്നു, ഇനി നാളെ മുതലും അത് അങ്ങനെ തന്നെ മതി എന്നൊക്കെ ഇങ്ങനെ അലീനയോട് പറയാം. അപ്പം ഇങ്ങനെ വന്ന് എന്നോട് പറയാനും മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് അലീന പറയുമ്പം ചെയ്യുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്, അതനുസരിച്ച് വേണം നീ നാളെ മുതൽ ഇവിടെ ജീവിക്കാനെന്നും പറഞ്ഞു. അങ്ങനെ കുറേ ഉപദേശങ്ങളും കാര്യങ്ങളെല്ലാം അലീനയ്ക്ക് കൊടുത്തു. അലീന അന്നേരത്തേക്കും ആരെന്തൊക്കെ പറഞ്ഞാലും ഞാനായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അലീന അന്നേരം സ്റ്റാൻലിയോട് പറയാം. അങ്ങനെ അലീനയോടുള്ള ആ ഒരു താല്പര്യം സ്റ്റാൻലി എങ്ങനെ എടുത്താലും അലീനയ്ക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അലീന സ്റ്റാൻലിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അലീന സംസാരിക്കുന്നതൊക്കെ കേട്ടപ്പോൾ സ്റ്റാൻലിക്ക് അലീന ഒരു തലക്കുത്തരം പറയുന്ന ഒരു തൻ്റെ അടിയാണോ എന്നൊരു സംശയം കൂടി വന്നു. അങ്ങനെ അച്ഛനും മോളും എന്തായാലും കട്ടയ്ക്ക് അവിടെ നിൽക്കുന്ന അലീനയെ മെരുക്കി ഒരു പാവക്കുട്ടിയാക്കാൻ നോക്കി സ്റ്റാൻലി ചെല്ലുമ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് അച്ഛനെ അടിച്ചിരുത്തുന്ന മകളായുള്ള രീതിയിൽ നമ്മുടെ അലീന നിൽക്കുക. എന്തായാലും അവിടെ രണ്ടിലൊരാളെ വാഴും, അത് 100% ഉറപ്പാണ്. ഒന്നെങ്കിൽ അലീന അവിടെ നിട്ടേച്ച് പോരും, അല്ലെങ്കിൽ സ്റ്റാൻലി ഇപ്പോഴത്തെ ബ്രഹ്മാണ്ഡ സ്വഭാവമൊക്കെ മാറ്റി അലീന പറയുന്ന അനുസരിച്ച് ഒരാളായി നിൽക്കും. ഇനി അലീന പപ്പയെ മാറ്റിയെടുക്കാനുള്ള റിസ്ക് ഏറ്റെടുത്താൽ ഇതൊക്കെ നടക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ അലീനയുടെ പാട് നോക്കി പോകും. അതാണ് സംഭവിക്കാൻ പോണത്. അപ്പം അങ്ങനെ ആ ഒരു ഇതെല്ലാം സ്റ്റാൻലിയുടെ വീട്ടിലും അലീനയ്ക്കും സ്റ്റാൻലിക്കും ഇടയിലും നടക്കുന്നു. ഈ ജോലിക്കാരെല്ലാവരും കൂടെ സ്റ്റാൻലിയെ പിരികേറ്റി പറഞ്ഞും വിടുന്നു. ഇതേ സമയത്ത് രാത്രിയായി. നമ്മുടെ ബാലൻ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല, അവിടെ കിടന്ന് ഉറങ്ങി തുള്ളിക്കൊണ്ടിരിക്കാം. പപ്പിതേ കൃഷ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് നമ്മുടെ വൈദ്യച്ചേച്ചി, എന്താ അമ്മ കുറച്ച് നേരമെങ്കിലും സ്വസ്ഥത തരുമോയെന്ന് ചോദിക്കുമ്പോൾ എവിടെ അടി നിൻ്റെയൊക്കെ അച്ഛൻ, ഞാനാണല്ലോ എല്ലാവരുടെ സ്വസ്ഥതക്കേട്, ഒരുത്തേ ഇവിടെ നിന്ന് എവിടെയോ കൊണ്ടാക്കാനാണെന്നും പറഞ്ഞ് പൊന്നും പണവും ഒക്കെ കൊടുത്ത് പറഞ്ഞയച്ചിട്ട് എവിടെ അടി അലീന ചേച്ചിയെ കൊണ്ടുവിട്ടിട്ട് അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നോളും, അതിന് അമ്മ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ആരാടി ടെൻഷൻ അടിക്കേണ്ടത്? നേരം 8-8:30 മണിയായി, ഇതുവരെ നിന്റെ ഒന്നും സ്വന്തം വീട്ടിൽ കയറിയിട്ടില്ല. അയാൾ എവിടെ പോയടി, വിളിക്കടി നിന്റെ അപ്പനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിള്ളേരെ കൊണ്ട് വിളിപ്പിക്കാൻ നോക്കുക. അച്ഛന് പോയെങ്കിൽ അതുപോലെ തന്നെ തിരിച്ചു വരാനും അറിയാം, അതിന് അമ്മ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ വെപ്രോളം കൂട്ടുന്നതെന്ന് ചോദിച്ചു. നിന്നോട് വിളിക്കാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബബിത ഫോൺ എടുത്ത് വിളിക്കുന്നു. ബബിത ഫോൺ എടുത്ത് വിളിച്ചു, കോള് കിട്ടണില്ല. ഇപ്പം എങ്ങനെ ഇരിക്കുന്നടി, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ട്? 8-8:30 മണിയായിട്ടും വീട്ടിൽ കയറാതെ നിൻ്റെയൊക്കെ അച്ഛൻ, നീയൊക്കെ പൊക്കി പിടിക്കുന്ന നിൻ്റെ അച്ഛൻ എവിടെ പോയി, അവളെയും കൊണ്ട് എവിടെ പോയതാണെന്ന് ആർക്കറിയാവെന്നും പറഞ്ഞ് ആ ഒരു രീതിയിൽ വളരെ എന്താ പറയുന്നത് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാം. അമ്മ ഇന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ എന്തൊക്കെയോ അനാവശ്യങ്ങൾ ഈ പറഞ്ഞു കൂട്ടുന്നതെന്ന് അമ്മയ്ക്ക് അറിയാവോ എന്ന് ഭഗത ചോദിക്കാം. ഞാൻ പറയുന്നതാണ് അനാവശ്യം, നിൻ്റെയൊക്കെ അച്ഛനെന്ന് പറയുന്ന മഹാൻ കാട്ടിക്കൂട്ടുന്നതൊന്നും വൃത്തികേടുകളോ അല്ലെങ്കിൽ ഒന്നും അല്ല അല്ലേടി എന്നും ചോദിച്ചിങ്ങനെ പറയുകയാണേ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും
ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ അറിയാം. അമ്മ എത്രയൊക്കെ ദുഷിച്ച് പറഞ്ഞാലും ഞങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിയില്ലാത്തത് അമ്മയെക്കുറിച്ചാണെന്ന് കൃഷ്ണ അന്നേരം പറയാം. എന്താടി എന്നെക്കുറിച്ച് അറിയാനായിട്ടുള്ളത്? എന്താടി എന്നെക്കുറിച്ച് അറിയത്തില്ലാത്തതായിട്ടുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് മോളോട് വലിയ ഒച്ച വെച്ചു വൈജ. ചുമ്മാ ചെന്ന് മറ്റുള്ളവരുടെ വായിലിരിക്കുന്നത് മേടിച്ച് കെട്ടാൻ വൈജയ്ക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്. അങ്ങനെ ചുമ്മാ ഇരുന്ന് ആ കൊച്ചിൻ്റെ വായിൽ കോലിട്ട് കിളി അതിൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാഞ്ഞിട്ട് വൈജയ്ക്ക് ഇന്ന് ഉറക്കം വരത്തില്ലായിരുന്നു. വൈജ അത് അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്ത് ഉറങ്ങണമല്ലോ ഇന്ന്. എന്താടി എന്നെക്കുറിച്ച് ഇത്ര അറിയാമെന്ന് ചോദിച്ചപ്പോൾ അച്ഛനെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാം അറിയാം, അമ്മയെക്കുറിച്ച് എന്തറിയാം? ആർക്കറിയാം എന്തൊക്കെ രഹസ്യങ്ങൾ എങ്ങനെയൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. മാന്തി ചകഞ്ഞ് ചെല്ലാൻ ഇത് മണ്ണൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണ. അപ്പോഴത്തേക്കും വൈജയ്ക്ക് ആട്ടി കിട്ടിയതുപോലെ ആയിപ്പോയി. വൈജ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ കൃഷ്ണയെ നോക്കുക. അതെന്താടി നീ പറഞ്ഞതിൽ അങ്ങനെ ഒരു ധ്വനി? ഞാൻ എന്നാ മറച്ചു വെച്ചിട്ടുണ്ടെന്നാടി നീ പറയുന്നതെന്ന് ചോദിച്ചു. പിന്നെയും ചൊറിഞ്ഞുകൊണ്ട് ചെല്ലുവാണ്. അമ്മ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മ ഇനി ഞങ്ങളാരും അറിയാതെ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അതോ ഞങ്ങൾ ഇനി ആ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുമെന്നുള്ള പേടിയാണോ അമ്മയ്ക്ക്? അങ്ങനെയൊക്കെ വല്ലതും അമ്മ ചിന്തിക്കുന്ന അമ്മയുടെ ഭാഗത്തുണ്ടോയെന്ന് അമ്മയൊന്ന് ചിന്തിച്ച് നോക്കാൻ ഈ കൃഷ്ണ പറയണം. അപ്പോഴത്തേക്കും ബബിത സമാധാനമായല്ലോ അമ്മയ്ക്ക്. അമ്മയുടെ ഭാഗത്ത് അങ്ങനെ എന്തോ ഒരു വലിയ തെറ്റുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ ഇവിടെ ഇങ്ങനെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്. ഇതേ രീതിയിൽ അമ്മ അച്ഛനെയും അലീന ചേച്ചിയും ചേർത്ത് വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ബബിതയും കൂടി അങ്ങ് പറഞ്ഞു. പിന്നെ വൈജയ്ക്ക് മിണ്ടാട്ടമില്ല. നാവൻ ചുരുട്ടി അകത്തിട്ട് വൈജയ്ക്ക് ഇരിക്കാറായി. വൈജ എന്നിട്ട് ഇങ്ങനെ ഉണ്ടക്കണ്ണും ഇഴിച്ചു പിടിച്ച് ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴും മക്കളുടെ മുന്നേ തോറ്റു കൊടുക്കാൻ മനസ്സില്ലേ? മക്കളോട് 2 ചാടിക്കലും ചാടിച്ച് അമ്മയോട് വർത്തമാനം പറഞ്ഞ് ഞങ്ങൾക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് പിള്ളേരകത്തേക്ക് കയറിപ്പോയി. വൈജ ഇങ്ങനെ നിൽക്കുക. ഇനി അലീന എന്തെങ്കിലും പണി തന്നിട്ടാണോ പോയത്? അലീന ഇനി പിള്ളേരോട് വല്ലതും പറഞ്ഞിട്ടാണോ പോയത്? അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനൊക്കെ ആയിട്ട് ഈ സമയം കൊണ്ട് നമ്മുടെ ബാലൻ്റെ സമാധാനം തേടി പോയേക്കാണ്. നാളെ തിരിച്ചു വരുമ്പോൾ വൈജയുടെ ഇന്നത്തെ സംശയം എല്ലാം ഒറ്റയടിക്ക് അങ്ങ് തീർത്തു കൊടുക്കാനുള്ള എല്ലാ പരിപാടിയായിട്ടായിരിക്കും നമ്മുടെ ബാലൻ വരാൻ പോണത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. നല്ല 8-6 എപ്പിസോഡാണ് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.